ഹലോ വ്യൂവേഴ്സ്, അപ്പം ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു ഗൗൺ സാരിയുടെ സ്റ്റിച്ചിങ് ആണ്. അപ്പം ഇന്ന് നമ്മൾ ഈ ഗൗൺ സാരി ചെയ്യുന്നത് ഒരു ഗോൾഡൻ ടിഷ്യൂ സാരി യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഏകദേശം വിത്ത് ബ്ലൗസ് ഉള്ള, അതായത് 6.25 മീറ്ററോളം ലെങ്ത് ഉള്ള ഒരു ഗോൾഡൻ ടിഷ്യൂ സാരിയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഗൗൺ സാരി ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ദുപ്പട്ട ആവശ്യമാണ്. അപ്പം അതിനായിട്ട് നമ്മുടെ മുന്താണി പാർട്ടിൽ നിന്ന് ഏകദേശം ഒരു 2.5 മീറ്റർ ബാക്കിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം എന്നാൽ നമ്മളൊരു 2.5 മീറ്റർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു 40 ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം വിരിവ് താഴേക്ക് വരുമ്പോഴത്തേനും കുറച്ച് വിരിവ് വേണ്ടത് കൊണ്ട് തന്നെ നമ്മളൊരു 30 ഇഞ്ച് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത്, അതായത് മൊത്തത്തിൽ ഒരു 66 ഇഞ്ചോളം വിട്ടിന് നമ്മൾ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാനിതൊരു 66 ഇഞ്ചിന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. നമ്മളിത് ഇതേപോലെ രണ്ടായിട്ട് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ, അതായത് ബാക്കി വന്ന നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാം. അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളിതാ ഇതേപോലെ ബോർഡറുകൾ തമ്മിൽ ഒരേപോലെ വരത്തക്ക രീതിയിൽ ഫോൾഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആ ഒരു സ്ലീവ്സിൻ്റെ വിഡ്ത്ത് അനുസരിച്ച്, അതായത് ആം ഹോളിൻ്റെ ആ ഒരു വിഡ്ത്ത് ഉണ്ടല്ലോ, ഷോൾഡർ തൊട്ട് ആം ഹോൾ വരെയുള്ളൊരു വിഡ്ത്ത്, അതിനനുസരിച്ചിട്ടുള്ള മടക്കാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 11 ഇഞ്ചോളമാണ്. കാരണം നമ്മുടെ കസ്റ്റമറിന് നീക്ക് താഴെ, മുട്ടിന് ജസ്റ്റ് താഴെയാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 12 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ അടിച്ച് കയറ്റുമ്പോൾ കുറച്ച് കുറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 12 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇതേപോലെ കേർവ് ചെയ്ത് നമ്മൾ താഴേക്ക് വരയ്ക്കുകയാണ്. അതായത് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പം ഞാൻ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഏകദേശം ഒരു 4 ഇഞ്ചോളം നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ആം ഹോൾ കർവ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലെ വിഡ്ത്ത് ഒരു 7.5 ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ എക്സസ് വന്നതിൻ്റെ ആ സൈഡ് ഭാഗം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇനി നമുക്ക് വേണ്ടത്, അതായത് ബാക്ക് മെറ്റീരിയലിൽ നിന്ന് ഇനി നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നീ ലെങ്ത്തിൽ നിന്ന് താഴേക്ക് വരുന്ന പ്ലീറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് നമ്മളൊന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു ഫോൾഡിങ്ങിലൂടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിപ്പം അളന്നെടുക്കുന്നത് നമ്മുടെ ആ ഒരു ഇതിന് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു 22.5 ഇഞ്ചാണ് നമ്മളിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. നമ്മുടെ ആ ഒരു ടോട്ടൽ ലെങ്ത്, ആ ഒരു ഗൗണിൻ്റെ ടോട്ടൽ ലെങ്തിൽ നിന്ന് ഈ ഒരു 22.5 നമ്മൾ കുറച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മെഷർ ചെയ്ത് നോക്കുന്നത്. പല സാരിക്കും പല വിഡ്ത്തായിരിക്കും വരുന്നത്. ചിലതിന് 20 ഉണ്ടാവുകയുള്ളൂ, ചിലതിന് 21 ഉണ്ടാകും. അപ്പം അത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ മെയിൻ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇനി നമുക്ക് മെയിനായിട്ട് കട്ട് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ബോഡി പാർട്ടാണ്. നമ്മൾ ദുപ്പട്ട കട്ട് ചെയ്തു, അതുപോലെ തന്നെ സ്ലീവ്സ് കട്ട് ചെയ്തു, താഴേക്കുള്ള പ്ലീറ്റ്സ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനായിട്ട് നമ്മൾ 66 ഇഞ്ചിൽ നമ്മൾ മുറിച്ച് മാറ്റി വെച്ച ആ ഒരു പീസ് നമ്മൾ എടുക്കുവാണ്. ഞാൻ ആ ഒരു പീസിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ഇൻവിസിബിൾ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ട് മെഷർമെൻറ്റിൽ. അതുകൊണ്ട് ഞാനത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് 33 ഇഞ്ച് വിട്ട് വരുന്ന 2 പീസായിട്ട് ഞാനതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പീസാണ് ഞാനിപ്പോൾ എന്തേ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ആ ഒരു നമ്മുടെ ബോട്ടം പാർട്ടിലേക്ക് വരുന്ന പ്ലേറ്റ്സ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 22.5 ഇഞ്ചോളം ആണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു 22.5 ഇഞ്ച് നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിന് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു 40 ചെസ്റ്റ് സൈസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 15, അതായത് 15ൻ്റെ പകുതി നമ്മൾ 7.5 മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ വന്നിട്ട് നമ്മൾ 7 മാർക്ക് ചെയ്യുവാണ്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ എൻഡിൽ നിന്ന് ആം ഹോൾ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നമ്മുടെ ആ ഒരു ക്ലോത്തിന് അല്പം ഗ്ലേസിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന പാർട്ട് അത്ര വിസിബിളായിട്ട് കാണുന്നുണ്ടായിരിക്കില്ല. എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. ഞാൻ ഷോൾഡറിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആം ഹോളിന്. അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് താഴേക്ക് കർവ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ആം ഹോൾ ലൈന് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ് അതുപോലെ തന്നെ ഹിപ്പൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവാണ്. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോയുടെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 40 ചെസ്റ്റ് സൈസ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ 40നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആണ് നമുക്ക് കിട്ടുന്നത്. ആ 10ൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി 11.5 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതൊരു കോമൺ സൈസ് ചാർട്ടിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെസ്റ്റ് 11.5 ആയതുകൊണ്ട് നമ്മുടെ വേസ്റ്റിലേക്ക് വരുമ്പോൾ അത് 10.5യും ഹിപ്പിലേക്ക് വരുമ്പം അത് 12.5 ഇഞ്ചായിട്ടായിരിക്കും വരുന്നത്. ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയുകയാണ്, ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു കോമൺ സൈസ് ചാർട്ടിൻ്റെ ബേസിലാണ്. അപ്പം നിങ്ങൾക്ക് തയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസ്റ്റമർ സ്പെസിഫിക്കേഷൻ, അതായത് കസ്റ്റമറുടെ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. ഇതിപ്പം അല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് ഫുൾ ലെങ്ത്ത് വരുന്നത് ഒരു 54 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പ്ലീറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, 22.5 ഇഞ്ച് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം പോവും. അപ്പം അതുകൂടാതെ 22 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് കണക്കാക്കുന്നത്. അപ്പം ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മളൊരല്പം കേർവ് ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ സൈഡ് വശം തുടിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പം പിക്ചറിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരല്പം കേർവ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ബോർഡർ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ബാക്കിൽ സെൻറ്റർ പാർട്ടിൽ ഒരു 1/2 ഇഞ്ചും കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി 1/2 ഇഞ്ച് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻവിസിബിൾ സിപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് സെൻറ്റർ പാർട്ടിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതേപോലെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു 1/2 ഇഞ്ചോളം നമ്മൾ വിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ സെൻറ്റർ പാർട്ടിൽ നമുക്ക് സിബ് വെക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൊടുക്കാം. എനിക്ക് 1/2 ഇഞ്ച് മതി, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഒരു 3/4 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ 1 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ചൊക്കെ കൊടുത്തിട്ട് ചെയ്തോളുക. എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ലൈനിങ് പീസാണ്. അപ്പം ലൈനിങ് കട്ട് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം, നമ്മുടെ താഴേക്ക് വരുന്ന ആ പ്ലീറ്റിൻ്റെയും കൂടെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്ലോറിലിട്ടിട്ടാണ്, അതായത് തറയിലിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ ടേബിളിന് അത്രയും ലെങ്ത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഗൗൺ സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 2.25 മീറ്ററോളം ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ലൈനിങ് ആദ്യം 2ആയിട്ട് ഫോൾഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും സെൻറ്റർ പാർട്ടിൽ നിന്ന് അതായത് തേര് ഭാഗത്ത് നിന്ന് തേര് ഭാഗത്തേക്ക് വീണ്ടും ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ബാക്ക് പീസ് അളവ് വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. എൻ്റെ വീഡിയോയിൽ ഒരല്പം മിസ്ലൊക്കേഷൻ ആയി പോയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. നമ്മുടെ ബാക്ക് പീസ് നമ്മൾ അളവ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ലൈനിങ്ങിന് നമ്മൾ ഷോൾഡർ തൊട്ട് ഫ്ലോർ വരെ, അല്ലെങ്കിൽ ലെങ്ത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു 52 ഇഞ്ചോളമാണ്. കാരണം നമ്മുടെ ഫുൾ ഗൗണിന് വരുന്ന ലെങ്ത്ത് 54.5 ഇഞ്ചാണ്, അല്ല 54 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 52.5 അല്ലെങ്കിൽ 51 ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ലൈനിങ്ങിന് ലെങ്ത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ പാർട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇത്
യോക്ക് അത് മീൻസ് ഷോൾഡർ തൊട്ട് താഴെ വരെ ഞാനത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അല്ലാതെ വെക്കാമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. അപ്പം എനിക്കൊരു കംപ്ലീറ്റ് ഫിനിഷ് തോന്നുന്നത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇൻവിസിബിൾ സിപ്പർ വെക്കുമ്പോഴാണ് എനിക്കൊരു ഫിനിഷിങ് തോന്നാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലെ ലൈനിങ്ങിൻ്റെ പാർട്ടും ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ടിങ് പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ദുപ്പട്ടയുടെ സൈഡ് നമ്മളൊന്ന് ലോക്ക് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാധാ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിലായിട്ട് ക്രീം കളറിലെ ടാസൽസോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെ ടാസൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് നമ്മളൊരു ഷോപ്പുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഇതിപ്പം ഓണത്തിന് ശേഷം വന്നൊരു വർക്ക് ആയതുകൊണ്ടാണ് എനിക്കിത് ആക്ച്വലി വീഡിയോ എടുത്ത് ചെയ്യാനായിട്ട് പറ്റിയത്. അതിന് മുൻപ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടൈം നമുക്ക് കൂടുതലായിട്ട് വേണം. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഓണത്തിന് ശേഷം വർക്കൊക്കെ കുറഞ്ഞപ്പം ഓർഡർ വന്നപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഷോപ്പുകാർക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തതിനകത്ത് നമ്മൾ പഫ് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പഫ് സ്ലീവ്സും ബോട്ടണൊക്കെ ഒക്കെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഓരോ കസ്റ്റമറിന് കസ്റ്റമൈസേഷനായിട്ടാണ് അവരുടെ ഷോപ്പ് ത്രൂ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു കസ്റ്റമറിന് നമുക്ക് പഫ് സ്ലീവ്സ് ഒന്നും അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്ക് നെയ്ക്ക് താഴെയുള്ള ഒരു സ്ലീവ്സ് വേണം, പഫ് സ്ലീവ് വേണ്ട എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നെക്കും വൈഡ് റൗണ്ട് നെക്കായിരിക്കണം. പിന്നെ ബാക്കിൽ ഇൻവിസിബിൾ സിപ്പർ വേണം ഉള്ളത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ദുപ്പട്ടയിൽ നമ്മൾ പ്ലേറ്റ്സ് എടുത്തതിന് ശേഷം 2 പ്ലേസിലായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെ ചെറിയ രീതിയിലുള്ള ബാക്ക് ടാക്ക് കൊടുത്ത് അതൊന്നും ഫിക്സ് ചെയ്ത്, അതായത് ആ പ്ലേറ്റ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ചില കസ്റ്റമേഴ്സിന് പ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ അറിയില്ലായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു നെയ്ക്ക് താഴേക്ക് വരുന്ന പ്ലീറ്റ്സിന് എടുത്തിരിക്കുന്ന ആ ക്ലോത്താണ്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് അടിച്ച് ജോയിൻറ്റ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മളതിന് പ്ലീറ്റ്സ് കൊടുക്കാനായിട്ട് പോവാണ്. ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് പ്ലീറ്റ് ചെയ്തെടുക്കാം. മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മൾ അടുത്തടുത്തല്ല പ്ലേറ്റ്സ് എടുക്കുന്ന, ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്ലേറ്റ്സ് എടുക്കുന്നവർ. ഏകദേശം ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പ് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഓരോ പ്ലേറ്റ്സും കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു 40 സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലേറ്റ്സിനുള്ള ക്ലോത്ത് തികയാതെ വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു എല്ലാ പാർട്ടും നമ്മൾ ഈ ഒരൊറ്റ സാരിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഞാൻ പ്ലേറ്റ്സിൻ്റെ ഇൻ ഡെപ്ത് കുറച്ചിട്ട് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭയങ്കര ബുമ്മായിട്ട് നിൽക്കും. അപ്പോൾ നല്ലതായിട്ട് ഒതുങ്ങി നിൽക്കാനും നല്ല നീറ്റായിട്ടിരിക്കാനും ആയിട്ട് ഞാനൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു ഇൻവിസിബിൾ സിപ്പേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ഫോൾഡർ മാറ്റിയിട്ട് സിംഗിൾ ഫോൾഡർ നമ്മുടെ മെഷീനിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മുടെ മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ അറിയാതെ നമ്മുടെ കാലൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീഡിൽ റേസ് ചെയ്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം കയ്യിലൊക്കെ കയറാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് എപ്പോഴും മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഫൂട്ടേഴ്സൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൾ ഇൻ വൺ ഫൂട്ടർ യൂസ് ചെയ്യുക.
ചെയ്യുന്നതിന് മുൻപായിട്ട് സിപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ റണ്ണറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് അറിയുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും കുത്തിയിരുന്ന് അഴിച്ച് വേറെ വെക്കേണ്ടതായിട്ട് വരും. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് നമ്മുടെ സിബ്ബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, ഓക്കെയാണ്. ഇനി അതിനുശേഷം എന്താ ഇതേപോലെ സിബ്ബ് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ നല്ല ക്ലോത്തിലേക്ക്, ഇപ്പം ഞാൻ അതായത് ടിഷ്യൂവിൻ്റെ ക്ലോത്തിലേക്ക് ഇതേപോലെ നമ്മുടെ സിബ്ബ് ഓപ്പൺ ചെയ്ത് ബാക്ക് ട്വിസ്റ്റ് ചെയ്ത് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ആദ്യം ഞാനൊരു റഫ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കിനും ബാക്ക് ടാക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തി എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ അതേ വശത്തെ തന്നെ നമ്മുടെ ലൈനിങ് എടുത്തിട്ട് ഇപ്പം ഈ വെച്ചിരിക്കുന്ന അതേ പൊസിഷനിൽ ഇതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഒരു റഫ് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ നമ്മുടെ സിബ്ബറിൻ്റെ ആ ഒരു ട്രാക്ക് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ആ ട്രാക്കിനോട് ചേർന്ന് ഞാൻ സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മുടെ സിബ്ബ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ ക്ലോത്ത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ നമ്മുടെ ട്രാക്കറിന് ഏറ്റവും അടുത്തൂടെ കൊടുക്കുമ്പോൾ ഇതേപോലെ ഫിനിഷായിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്ത വശവും, അതായത് നമ്മൾ കട്ട് ചെയ്ത് 2 വശം ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അടുത്ത വശവും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബാക്കിലെ നെക്ക് കൂടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ലൈനിങ് നേരെ തിരിച്ചിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ സിബ് അടിച്ച് നിർത്തിയ അതേ ആ ഒരു ലെവലിൽ തന്നെ, അതായത് തുണി എങ്ങോട്ടും തിരിക്കാതെ തന്നെ നമ്മൾ ആ നെക്കിൻ്റെ പാർട്ട് കൂടി ഒന്ന് അടിച്ചെടുക്കുവാണ്. നെക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ആ നെക്ക് അടിച്ചതിൻ്റെ ബാക്കിയുള്ള ആ ഒരു തുമ്പുണ്ടല്ലോ, അതിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു നെക്ക് നല്ല ഒരു ഷേപ്പിൽ വരുള്ളൂ. കട്ടിങ്സ് കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാനിപ്പം മറ്റേ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും കൂടെ നെക്കൊന്ന് അടിച്ച് എടുക്കുവാണ്. അതിനുശേഷം ഒരുമിച്ച് കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളത് ഇതേപോലെ 2 സൈഡും, അതായത് നമ്മുടെ ബാക്കിലെ 2 പീസിൻ്റെയും നെക്ക് കൂടി സിബ് വെക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കട്ടിങ്സ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ആ ഒരു നെക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മറുവശം തിരിച്ചിട്ട് എടുക്കാവുന്നതാണ്, അതായത് നല്ല വശത്തിലേക്ക് തിരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു എഡ്ജ് പാർട്ടൊക്കെ, അതായത് സിബിൻ്റെ ഏറ്റവും ടോപ്പിലെ ആ പാർട്ടൊക്കെ നല്ല നീറ്റായിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നീഡിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിച്ചെടുത്ത് നല്ല നീറ്റാക്കി വെക്കുക. പിന്നെ 2 സൈഡും ഒരേ ലെവലിലാണോ എന്ന് സിബ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ വീണ്ടും തിരിച്ചിട്ട് ഏത് വശത്തിനാണോ കൂടുതൽ ആ ഒരു വശം കുറച്ചുകൂടി ഒന്ന് അടിച്ച് ഒരേ ലെവലിന് ആക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ സിബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ താഴെ വരെ നമ്മൾ 2 ക്ലോത്തും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ കൂടെ. അപ്പം അതിനി എങ്ങനെ ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതേപോലെ ലൈനിങ് അതായത് 2 വശത്തിൻ്റെയും ലൈനിങ് ഒരു സൈഡിലും നല്ല ക്ലോത്ത് ഒരു സൈഡിലും വരത്തക്ക രീതിയിൽ ഇതേപോലെ ആക്കി നമ്മൾ പിടിക്കുകയാണ്. ഇനി ഏറ്റവും നമ്മൾ ആ അടിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ സിബ്, അവിടുന്ന് ഏറ്റവും ചേർത്ത് നമ്മൾ താഴേക്ക് ഇനി സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ സിംഗിൾ ഫൂട്ടർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ സിബിൻ്റെ മണ്ടയിൽ കൂടി, അതിൻ്റെ ആ ട്രാക്കിൻ്റെ മണ്ടയിൽ കൂടെ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
അപ്പം നമ്മൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ലൈനിങ് കൂടി ഇതേപോലെ തന്നെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. അപ്പം നമ്മളത് അടിക്കാൻ നേരം ഞാൻ സിബ് ഇതേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിച്ചു പിടിച്ചിട്ടാണ് അടിക്കുന്നത്. അല്ല നമ്മുടെ സിബ് ഈ തയ്യലിൻ്റെ കൂട്ടത്തിൽ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് വലിച്ചു പിടിച്ചിട്ട് മാക്സിമം സിബിനോട് ചേർത്ത് അടിച്ചത് ഇതേപോലെ താഴേക്ക് പോവുക. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മെയിൻ പരിപാടികളെല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ്. ഞാൻ ഫ്രണ്ട് നെക്കും ഇതേപോലെ തന്നെ അടിച്ച് മറിക്കുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നീറ്റായിട്ട് പിടിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ലൈനിങ് ഷോൾഡറിൽ നിന്നൊരല്പം മാറി നിൽക്കുന്നത്. അതിന് കാരണം ഞാൻ ബാക്കിലെ മെറ്റീരിയൽ, അതായത് ബാക്കിലെ നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ചിട്ടാണ് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അല്പം തുടിഞ്ഞ് നിൽക്കുന്നത്. അപ്പം എക്സ്ട്രാ വരുന്നത് ഞാൻ അവസാനം കട്ട് ചെയ്ത് കളയുന്നുമുണ്ട്. പിന്നെ നെക്കിൻ്റെ വിട്ട് വരുന്നത് 3.25 ഇഞ്ചും അതുപോലെ തന്നെ ഇറക്കം വരുന്നത് 5.5 ഇഞ്ചുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇതേപോലെ തന്നെ വിട്ട് വരുന്നത് 3.25 ഇറക്കം വരുന്നത് നമ്മൾ 4.5 കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിലെ നെക്കിന് കട്ടിങ്സ് കൊടുത്ത പോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് നെക്കിനും തയ്യൽ തുമ്പ് വഴിയെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ കട്ടിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിങ് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ തയ്യൽ കട്ടായി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് കട്ടായി പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒന്നുകൂടി ആ ഭാഗത്ത് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡേഴ്സ് തമ്മിൽ, അതായത് ഫ്രണ്ടിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നല്ല വശങ്ങൾ, അതായത് നമ്മുടെ ആ ടിഷ്യൂ പാർട്ട് ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ പിടിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ലൈനിങ്, ഫ്രണ്ടിൻ്റെ ലൈനിങ്ങോ അല്ലെങ്കിൽ ബാക്കിൻ്റെ ലൈനിങ്ങോ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ക്ലോത്തിനെയും കവർ ചെയ്ത് ഇതേപോലെ പുറകിലേക്ക് കൊണ്ടുപോയി നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഷോൾഡറിലുള്ള അടിപ്പ് ഈ ഒരു ഈ ഒരു ക്ലോത്തിന്റെ ഉള്ളിലായിട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത ഷോൾഡറും ജോയിന്റ് ചെയ്ത് എടുക്കാം. നമ്മൾ അടുത്ത ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം. നമ്മൾ നിവർത്തുമ്പം ഇതേപോലെ നല്ല നീറ്റായിട്ട്, അതായത് അകത്തു നിന്ന് നോക്കിയാലും പുറത്തു നിന്ന് നോക്കിയാലും നമ്മുടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്കിന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. കാരണം ടിഷ്യൂ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരല്പം പൊന്തി നിൽക്കാനും ലൈനിങ് ക്രീപ്പ് ആയതുകൊണ്ട് പുറത്തേക്ക് തള്ളി വരാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്ലീവ്സ് നമ്മൾ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഞാൻ എക്സസ് വന്ന ആ ഒരു ലൈനിങ് പാർട്ടൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒരു റഫായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറമേക്ക് നമ്മുടെ സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ സ്ലീവ്സിൻ്റെ സെൻറ്റർ ചെറിയൊരു കട്ടിങ് കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്നാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഞാൻ നോർമലി സ്റ്റിച്ചിങ് കൊടുക്കാറ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വശം അങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളിതേ ഒരു സൈഡിൽ സ്ലീവ്സ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ മറ്റേ സൈഡും ജോയിൻറ്റ് ചെയ്ത് എടുക്കാം.
സ്ലീവ്സിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് അടിച്ചെടുക്കാനായിട്ട് പോവാണ്. നമ്മൾ അടിച്ച് ഏറ്റവും താഴെ വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു ടിഷ്യൂ മെറ്റീരിയൽ തീരുന്നതിന് കുറച്ച് മുൻപായിട്ട് ഞാൻ നമ്മുടെ തയ്യൽ അടിച്ച് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലൈനിങ് രണ്ടും മാറ്റിയതിന് ശേഷം ടിഷ്യൂ പീസ് മാത്രമായിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുവാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ലൈനിങ്ങും ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഒരു ടിഷ്യൂവിൻ്റെ പാർട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ലൈനിങ് കുറച്ച് താഴെ നിന്ന്, അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ വരും സ്റ്റിച്ചിങ്ങിൻ്റെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇതേപോലെ താഴേക്ക് സാധാ അടിക്കുന്ന പോലെ തന്നെ താഴെ വരെ അടിച്ച് ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗൗൺ സാരിയുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. ലൈനിങ് ഇതേപോലെ താഴേക്ക് കിടക്കും. ഇനി നമ്മുടെ ഈ ടിഷ്യൂ പാർട്ടിലേക്ക് നമ്മുടെ പ്ലീറ്റ്സ് കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൗണിൻ്റെ മെയിൻ പരിപാടികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത ആ ഒരു പാർട്ട്, അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് നമ്മുടെ ആ ഒരു ടിഷ്യൂവിൻ്റെ ബോഡി പാർട്ടിലേക്ക് നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കുവാണ്. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളിത് ലോക്ക് ചെയ്യണം. കാരണം ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ കണ്ടമാനം നൂലിങ്ങനെ ഇഴ ഊരി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഫ്റ്റർ ഓൾ എല്ലാ സൈഡും നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പ്ലീറ്റ്സിൻ്റെ സൈഡ് പാർട്ടുകൾ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഒരു ശകലമാണ് നമുക്കിതിനകത്ത് എക്സസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അത് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ താഴേക്ക്, അപ്പം നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് സ്റ്റിച്ചിലേക്ക് കയറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതേപോലെ നമ്മൾ താഴേക്ക് അടിച്ച് എടുക്കുവാണ്. ശേഷം ആ എക്സസ് വരുന്ന ഒരു ചെറിയൊരു പാർട്ട് അത് ഞാനങ്ങ് കട്ട് ചെയ്ത് കളയുവാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലോക്കിംഗ് ആണ്. അപ്പം ലോക്കിംഗ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാനിതിൻ്റെ ലാസ്റ്റ്, അതായത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.